അഭിലാഷിന്റെ ഒരു ലവ് മാരേജ് അല്ലായിരുന്നു? എന്ത് സന്തോഷം കൊച്ചിന്റെ ഫേസിൽ. അത് പറയാൻ തുടങ്ങി ഈ ഷോ 3 എപ്പിസോഡ് ആക്കി. സാരല്ലേ, ഞങ്ങൾക്ക് ഒരു ത്രെഡ് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് കോളേജിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള ഒരു കുട്ടിയായിട്ട്, അന്ന് അശ്വതിയൊക്കെ ഫസ്റ്റ് ഇയറാ. അപ്പൊ അതായത് അന്ന് അവളായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമൊക്കെ ആയിരുന്നു. പക്ഷെ അത് ബ്രേക്കപ്പ് ആയപ്പോ അവളുടെ റൂംമേറ്റ് ആയിരുന്നു അശ്വതി. ആശ്വസിപ്പിക്കാൻ പോയതാണ് അല്ലേ? അതെ, അതായത് എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ അശ്വതിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ അവൾ എന്നെ തെറി പറഞ്ഞു, ഞാൻ പഠിക്കാനോ കോളേജിൽ വരുന്നതൊക്കെ. അത് ഇത് എന്റെ ബ്രേക്കപ്പ് ആയപ്പോ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായി, ഞാനും അശ്വതിയും തമ്മില്. അങ്ങനെ സൗഹൃദം ഒരു 6-7 മാസം നല്ല സൗഹൃദമായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സാധാരണ ചെയ്യുന്ന തിരിച്ച് നമ്മളോടല്ല ചേച്ചി മറുപടി പറയേണ്ടത്. അവള് ചെയ്ത പരിപാടി വീട്ടിൽ വെച്ച് എന്റെ അമ്മയോട് പറഞ്ഞു. എന്റെ അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. അപ്പൊ അമ്മ 2 വീട്ടുകാരും വിളിച്ച് സംസാരിച്ചു. പിള്ളേർ പഠിച്ചു കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. 2 വീട്ടുകാരും തമ്മിൽ ഓക്കെയും പറഞ്ഞു. അപ്പം പ്രാരാബ്ദം മൊത്തം എന്റെ തലയിലേക്ക് അയച്ചി. പഠിക്കണം, ജോലി വാങ്ങിക്കണം, ഇതെല്ലാം കഴിഞ്ഞാലേ കെട്ടിക്കോളൂ. പിന്നെ കോളേജ് മുഴുവൻ ഇത് അറിയുകയും ചെയ്തു. പിന്നെ വേറെ ആരും നോക്കാനും പറ്റിയില്ല. ഓ, അങ്ങനെയാണല്ലേ? അച്ചു അല്ല, അതൊന്ന് കേട്ടെ, ഇപ്പഴാ കുറച്ചുകൂടെ സത്യം പറയുന്നത്. അല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ മരണം ഡിഗ്രി ഫൈനൽ ഇയറിലായിരുന്നു. പക്ഷെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എന്റെ വീട് സ്റ്റേബിൾ ആവാൻ കാരണം അശ്വതി എന്നൊരാള് തന്നെയാണ്. അന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞില്ല പോലെ എന്റെ അമ്മയും അച്ഛനെ അവള് ടേക്ക് കെയർ ചെയ്തത്. കാരണം BCA കഴിഞ്ഞിട്ട് MCAക്ക് പോകേണ്ട ആള് MCAക്ക് പോകാതെ ഞാൻ പഠിക്കുന്ന കോളേജിൽ MCA ഇല്ലാതെ അവിടെ MBAക്ക് വന്ന ആളാണ്. കാരണം അച്ഛനെയും അമ്മയും കാണാനായിട്ട് ഞങ്ങൾ അങ്കമാലിക്ക് പോയപ്പോൾ ഇത്രയും ദൂരമായിട്ട് അവർക്ക് വന്ന് കാണാൻ പറ്റാത്ത ആ കോഴ്സ് എടുത്ത് വന്ന ആളാണ്. അപ്പൊ എന്റെ ലൈഫില് ഇപ്പൊ യാനീസ് കിച്ചണിൽ പോലും ഞാൻ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നെന്റെ അമ്മയുടെ പ്രാർത്ഥന, 2 അവള് തന്ന സപ്പോർട്ടാണ്. കാരണം ഒരു ഭാര്യയും കടന്നു പോവാത്ത ഒരുപാട് പേര് പോയിട്ടുണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് അവളുടെ അച്ഛൻ അവളെ കൈപിടിച്ച് എൻ്റെ തരുമ്പോൾ ഒരു വിശ്വാസം എനിക്ക്. ഇൻഫോ പാർക്കിലെ ജോലിയുണ്ട്, അത്യാവശ്യം നല്ല MBA കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ആ ജോലി രാജിവെച്ച് ഞാൻ സിനിമയിലേക്ക് പോകുമ്പോൾ, ഒരു വരുമാനം ഇല്ലാതെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് അച്ഛനും പറയുന്നു, അശ്വതി പറയാണ്. ആര് ചോദിച്ചാലും ഞാനല്ലേ ഉത്തരം പറയണ്ടേ, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു കുറെ പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെയുണ്ട്. നമ്മളൊന്ന് വീണ് പോകണം. എനിക്കറിയാം നമ്മൾ ഏത് ഉയർത്തി നിന്നാലും ഒരു ദിവസം നമ്മൾ വീഴുന്നൊരവസ്ഥ ഉണ്ടാവും. അന്ന് നമ്മൾ ഇന്ന് എങ്ങനെ നിൽക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മളെ താങ്ങാൻ ആളുകൾ ഉണ്ടാവുക. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചേർത്തെടുത്ത് ആഗ്രഹിക്കുന്ന ആൾ, എന്റെ കുടുംബം പോലെ. ചേച്ചിക്ക് അറിയാലോ, എന്റെ വീട്ടിൽ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് വരാം. അപ്പൊ അതിഥിയെ പോലെ തന്നെ എന്റെ സിനിമ അഭിനയിച്ച എല്ലാവരും വീട്ടിൽ. ഇപ്പൊ അർജുനൊക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പൊ അർജുൻ ഞങ്ങള് ആനന്ദ് ശ്രീബാലയ്ക്ക് ശേഷം, ആനന്ദ് ശ്രീബാലയാണ് ഞങ്ങൾ കമ്പനി. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൻ എവിടെ പോയിട്ട് വന്നാലും അവന്റെ വീട്ടിൽ കയറിയിട്ട് അപ്പൊ തന്നെ അവൻ വണ്ടി എടുത്ത് എന്റെ വീട്ടിലേക്കാണ്. ശരിക്കും അതിനകത്ത് പോസിറ്റീവ് വൈബ് അമ്മയാട്ടോ, ഉറപ്പായിട്ടും. ഞാനൊക്കെ അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഒരിക്കലും അഭിലാഷിന് കൊടുക്കാം. എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര നല്ലതാ, എല്ലാം നല്ലതാ. അവരെ ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സത്യം. അമ്മ ഇപ്പൊ ഒന്നും വേണ്ട, അമ്മയുടെ ആ ഒരു കരുതൽ കാണുമ്പോ ഒന്നുമില്ല, നമുക്ക് അമ്മയൊന്ന് കണ്ടേച്ചു പോവാം എന്നൊരു ഫീലിംഗ് നമുക്ക്.